ജീവിതത്തിലെ വ്യത്യസ്ത മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള മലയാളികളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഒരു യാത്രയാണ് വിജയരഥം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30 മുതൽ 9 മണി വരെ സംപ്രേഷണം ചെയ്യുന്ന ഈ പ്രതിവാര പരിപാടിയിൽ കലാ, സാംസ്കാരിക, സാഹിത്യ, ആരോഗ്യ, സിനിമ, വിദ്യാഭ്യാസ, വ്യവസായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ ജീവിതാനുഭവങ്ങളിലൂടെയും വീക്ഷണങ്ങളിലൂടെയും ഒരു യാത്രയാണ് വിജയരഥം. വിജയരഥം ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രവാസി ലോകത്തെ മാതൃഭാവത്തെയാണ്. മിഡിൽ ഈസ്റ്റ് എന്ന ബൃഹത്തായ ഭൂമികയിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന മലയാളി വീട്ടമ്മമാരെ ഒരു കുടക്കീഴിലേക്ക് ഒരുമിച്ച് കൂട്ടി MMME എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ച് നിരവധി സേവനങ്ങളുമായി അവിടെ മുന്നേറുന്ന കൂട്ടായ്മയുടെ അണിയറ ശില്പിയായ ശ്രീമതി ദിയ ഹസനാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഇവിടെ എത്ര മലയാളികളുണ്ട് എന്ന ഒറ്റ വരി ചോദ്യത്തിൽ നിന്നാണ് ദിയ ഹസൻ മലയാളി മോംസ് മിഡിൽ ഈസ്റ്റ് MMME എന്ന കൂട്ടായ്മ പടുത്തുയർത്തുന്നത്. UAE-യിലെ നാനാ രാജ്യങ്ങളിൽ നിന്നുള്ള അമ്മമാരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലാണ് ദിയ ഈ ചോദ്യം പോസ്റ്റ് ചെയ്തത്. 200 അംഗങ്ങളുള്ള കൂട്ടായ്മ ഇവിടെ രൂപപ്പെടുകയായിരുന്നു. ഇന്ന് 27,000-ത്തിലധികം അംഗങ്ങളുള്ള MMME സ്മാർട്ട് ഫോണിൽ കണ്ണുകൊടുത്തിരിക്കുന്ന ആൾക്കൂട്ടമല്ല. അവർ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുന്നു. വീട്ടമ്മമാരുടെ ഉള്ളിലുറങ്ങിക്കിടക്കുന്ന കലാവാസനകളെ പൊടി തട്ടിയെടുത്ത് അവതരിപ്പിക്കുവാനുള്ള വേദിയായി മാറിയ കൂട്ടായ്മ മറ്റ് നിരവധി സാമൂഹിക സേവനങ്ങളാണ് ഈ മണ്ണിൽ നടത്തിവരുന്നത്. പ്രധാനമായും പ്രവാസി മലയാളികൾക്കിടയിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും അശരണർക്ക് താങ്ങായും ജോലി തേടിയെത്തുന്ന മലയാളി യുവതയ്ക്ക് മാതൃസ്നേഹം പകർന്നും MMME മുന്നേറുകയാണ്. ഇതിനിടെ ഇത്തിരി നേരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് നമ്മോട് ശ്രീമതി ദിയ ഹസൻ, മലയാളി മോംസ് മിഡിൽ ഈസ്റ്റ്. വിജയരഥം പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി മലയാളി മോംസ് മിഡിൽ ഈസ്റ്റിന്റെ ഫൗണ്ടറായ ദിയ ഹസൻ. നമസ്കാരം. നമസ്കാരം. UAE-ൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാനിവിടെ വന്നിട്ടൊരു 15 വർഷത്തിന്റെ മുകളിലായി. 16 വർഷത്തോളമായി ഞാനിവിടെ ഏകദേശം. അമ്മമാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങാനുള്ള കാരണം? അമ്മമാർക്ക് എന്ന് പറയുന്നത് മലയാളി അമ്മമാർക്ക് ഇപ്പൊ തുടങ്ങിയിട്ട് 2 വർഷമാണുള്ളത്. അത് മലയാളി മോംസ് മിഡിൽ ഈസ്റ്റ്. അതിനു മുമ്പായിട്ട് എനിക്ക് നോർത്ത് ഇന്ത്യൻസും എല്ലാവരും, അതായത് എല്ലാ നാഷണാലിറ്റിയിലുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും, അതായത് മലയാളികൾ ഒഴിച്ചിട്ട്, മലയാളികൾ അതിലുണ്ട്, വേറൊരു ഗ്രൂപ്പ് ഉണ്ടായി എനിക്ക്. ആ ഒരു ഗ്രൂപ്പിൽ ഡെയിലി ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് മലയാളി ഫ്രണ്ട്സ് ചോദിക്കും, നീ ഇവർക്ക് വേണ്ടിയൊക്കെ പല സംഭവങ്ങളും ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് വഴി, മലയാളികൾക്ക് മാത്രമായിട്ട് സംസാരിക്കാനും അവരുടെ ഒരു ടാലന്റ് പുറത്തേക്ക് കൊണ്ടുവരാനും ഒരു പ്ലാറ്റ്ഫോം ഇല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ മലയാളികളല്ലേ, 2 വട്ടം, പ്രത്യേകിച്ച് ലേഡീസ് 2 വട്ടം ചിന്തിക്കാൻ പറയാൻ പറ്റും. അങ്ങനെ ഒരു വർഷം ഞാൻ പോയി. ഒരു വർഷം കഴിഞ്ഞപ്പം എനിക്കൊരു തോന്നൽ, ഓക്കെ നമുക്കൊരു ഗ്രൂപ്പ് മലയാളികൾക്ക് തുടങ്ങാം. അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ എല്ലാ മിക്സ്ഡ് ആയിട്ടുള്ള അമ്മമാരുള്ള ഗ്രൂപ്പിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതിൽ എത്ര മലയാളികൾ ഉണ്ടെന്ന്. അപ്പോൾ അതൊരു നമ്മൾ ചിന്തിക്കുന്നതിലും കൂടുതലുള്ള ഒരു റെസ്പോണ്ടാണ് അത് വന്നത്. കൈപൊക്കി ഞങ്ങൾ വന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ഒരു 100 പേര്, കൂടുതൽ ആൾക്കാരെ എടുത്തില്ല, ഒരു 100 പേരുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പ് തുടങ്ങി. പക്ഷേ ഇന്ന് 2 വർഷം കഴിഞ്ഞ് നമുക്ക് 24,000 അമ്മമാർ, അതായത് UAE-ലെ അമ്മമാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മമാർക്കൊരു പ്ലാറ്റ്ഫോം. ഒരു കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ അറിയാലോ, ഇവിടെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ പഠിച്ച കോളേജിൻ്റെ അലൂമിന് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ, അപ്പോൾ അതിൽ ചുരുങ്ങുകയാണ് അമ്മമാരുടെ ലോകം. പിന്നെ കുട്ടികളെ സ്കൂൾ വിടുക, അത് കഴിഞ്ഞ് ഒന്നുകൊണ്ടോ പണിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ TV കാണുക, ഇതാണ് അമ്മമാരുടെ ലോകം. അപ്പം ശരിക്കും പറയിച്ച നാട്ടിൽ ടാലൻറ്റഡായ ആൾക്കാർ ഇവിടെ വന്നിട്ട് കുട്ടികൾ, ഭർത്താവ്, അതിൽ നിന്ന് ഒതുങ്ങുക എന്നല്ല, അപ്പോൾ അതിൽ നിന്ന് അവരുടെ എല്ലാ ടാലൻറ്റും പുറത്തേക്ക് എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ മലയാളി മോംസ് മിഡിൽ ഈസ്റ്റ് കൂടെ പുറത്തേക്ക് കൊണ്ടുവന്നത്. UAE അല്ലാതെ മറ്റുള്ള രാജ്യങ്ങളിലെ അമ്മമാരും ഈ ഗ്രൂപ്പിലുണ്ടോ? ഈ GCC-യിലെ എല്ലാം, അതായത് ലൈക്ക് കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ 24,000-ൽ എനിക്ക് തോന്നുന്നത് ഒരു മാക്സിമം ഒരു 3,000-4,000 ആൾക്കാരാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ. ബാക്കിയൊക്കെ UAE-ൽ തന്നെയുള്ള ആക്റ്റീവായ അമ്മമാരാണ്.
പക്ഷേ നമുക്ക് വേറെ തന്നെ ബ്രാഞ്ചസ്, അതായത് കുവൈറ്റിലുണ്ട്, ബഹ്റൈനിലുണ്ട്, എല്ലാ സ്ഥലങ്ങളും, GCCയിലെ എല്ലാ എമിറേറ്റ്സ്, അതായത് അറിയപ്പെടുന്ന ബാക്കിയുള്ള രാജ്യങ്ങൾ, ഈജിപ്റ്റ് അങ്ങനെ പോലെയുള്ള എല്ലാം അറിയപ്പെടുന്ന മലയാളികൾ കൂടുതലുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾക്ക് ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾക്കെന്ന് പറയുന്നത് നമ്മുടെ ഈ UAE-ലാണ് ഏറ്റവും കൂടുതൽ 24,000 അമ്മമാരെന്ന് പറയുന്നത്. നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ലേഡീസിന് മാത്രമേ എൻട്രി ഉള്ളൂ. അപ്പോൾ ലേഡീസിന് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു രാവിലെ കുട്ടികളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് അവർ നേരെ വരുന്ന TV കാണാനോ ഉറങ്ങാനോ അല്ലെങ്കിൽ വേറൊന്നുമല്ല. ആദ്യം നോക്കുന്നത് MMME, ചുരുക്കമാണ് മലയാളി മോംസിന്റെ ഒരു ഷോർട്ട് നെയിമാണ് MMME, അതായത് MMME. അപ്പോൾ അതിൽ വന്നിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് നമ്മുടെ അമ്മമാർ ആദ്യം നോക്കുന്നത്. ഈവൻ ഞാനടക്കം, അതായത് ഞാൻ തന്നെയാണ് അതിന്റെ ഫൗണ്ടർ, എന്നിട്ട് പോലും ഞാൻ നോക്കും എന്താണ് ഇവിടെ നടക്കുന്നത്, ആൾക്കാർ എന്തൊക്കെയാണ് പുതിയ പോസ്റ്റുകൾ വരുന്നത്, എന്തൊക്കെയാണ് പുതിയ തരം ഫുഡുകൾ വരുന്നത്, പുതിയ അതായത് യുണീക്ക് ആയിട്ടുള്ള റെസിപ്പീസ് വരും. വരയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്രയും എക്സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന അത്രയൊക്കെ വലുതായിട്ടുള്ള ആൾക്കാരാണ്. വരയ്ക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അതിശയിച്ചു പോകും. ഇത്രയും ടാലന്റഡ് ആയ ആൾക്കാർ UAE-ലുണ്ടോ, അങ്ങനെ ഒരു അത്ര രീതിയിലങ്ങ് പോകും. പിന്നെ പാട്ട് പാടുന്നവർ, അതൊരു ലോകമാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മമാരൊരു ലോകമാണ് MMME. ഈ സംഘടന ഈ രീതിയിൽ വിജയിപ്പിച്ചതിന്റെ പ്രചോദനം എന്താണ്? ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരാണ്, ലേഡീസാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഈ ഒരു അതായത് ഈ ഗ്രൂപ്പിന്റെ ഒരു ശരിക്കുള്ള ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹസ്ബൻഡുമാരാണ്. അവരാണ് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു വിജയം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. അതായത് ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ടെൻഷനൊക്കെ വരുന്ന ലേഡീസാണ് പെട്ടെന്ന് ഡൗൺ ആവും. ഫസ്റ്റ് തുടക്കത്തിലൊക്കെ ആദ്യത്തെ ഒരു 6 മാസമൊക്കെ പെട്ടെന്ന് ഡൗൺ ആകുമ്പോൾ ഈ ഹസ്ബൻഡുമാരാണ് അങ്ങനെയല്ല, നിങ്ങൾ ഒരെണ്ണം തുടങ്ങി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. ഇപ്പോൾ പോലും ഞങ്ങളൊരു 5 ഫാമിലി ഉണ്ട്. ആ 5 ഫാമിലിയിലെ ഹസ്ബൻഡുമാരാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ. അപ്പോൾ അവർ തന്നെയാണ് ഞങ്ങളിത് മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് മെയിൻലി നടക്കാറുള്ളത്? ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പുകളിൽ അതിൻ്റെതായ രീതിയിൽ എല്ലാം നടന്നു പോകുന്നുണ്ട്. അതായത് എല്ലാ ആക്ടിവിറ്റീസും കൾച്ചർ ആണെങ്കിലും അവർക്ക് പറ്റുന്ന പാടുക, ഡാൻസ് എല്ലാം അതിൽ പോകുന്നുണ്ട്. അതിന് പുറമെ നമ്മൾക്ക് കേരളത്തിലെ എല്ലാ, അതായത് ഓണായിക്കോട്ടെ പെരുന്നാളായിക്കോട്ടെ എന്ത് വരികയാണെങ്കിൽ നമ്മൾ ഇതിവിടെ ആഘോഷിക്കും. അതൊരു സ്റ്റേജ് പരിപാടിയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഗ്രൂപ്പിന് ലേഡീസ് ആണെങ്കിൽ, പക്ഷേ ഒരു സ്റ്റേജ് പ്രോഗ്രാം വരുമ്പോൾ ഫാമിലിയെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും, കുട്ടികളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളത് ഓണം ആണെങ്കിലും വിഷു ആണെങ്കിലും ഈവൻ ക്രിസ്മസ് സെലിബ്രേഷൻ ആണെങ്കിൽ പോലും അങ്ങനെ ഒത്തിരി ഇവൻറ്റ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. എല്ലാം സക്സസ് ആയിരുന്നു, ദൈവം അനുഗ്രഹിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. പിന്നെ അതിന് പുറമെ നമ്മൾ ഒരു എന്താ പറയുക, ഈ ഒരു ഫൺ എന്നതിന് പകരം നമ്മുടെ അമ്മമാർ നമ്മളെ കൊണ്ട് നമ്മുടെ പരിമിതിയിലേക്കാളും കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ 53 അമ്മമാരും കുട്ടികളും ഇവിടുത്തെ FOCP, ഫ്രണ്ട്സ് ഓഫ് ക്യാൻസർ പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ്, ഷാർജ ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ട് ക്യാൻസർ പേഷ്യൻസിന് ഹെയർ ഡൊണേറ്റ് ചെയ്തു ഞങ്ങൾ 53 പേര്. അതൊരു വലിയൊരു സംഭവം തന്നെയായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ഈ പെരുന്നാൾ ടൈമിന് ഞങ്ങൾ നവംബർ 27 രാവിൻ്റെ അന്ന് 800 ആൾക്കാർക്ക് ഒരു മാസത്തേക്കുള്ള ഫുഡ് ഞങ്ങൾ ലേബർ ക്യാമ്പിൽ എത്തിച്ചു. അപ്പം ഒരു തരത്തിൽ ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നേരെ തിരിച്ച് അമ്മമാർക്കുള്ള എല്ലാ ടാലന്റ് ഷോക്കേസ് ചെയ്യാനുള്ള സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും വല്ല ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ, ബുദ്ധിമുട്ടുകൾ? ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയല്ല. എൻ്റെ ഒരു ഫോൺ എന്ന് പറയുന്നത് 24 അവേഴ്സും ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാൻ പറ്റും, എപ്പോഴും ഓണാണ്. അത് ഏത് സമയത്തും എന്നെ വിളിക്കാം, ഏത് സമയത്തും ഞാൻ എത്തും എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാനും മെമ്പേഴ്സും തമ്മിലുള്ള ഒരു ബന്ധം. കാരണം ഒരു ഫൗണ്ടർ എന്നുള്ളൊരു ലെവലിലല്ല, എല്ലാവരും ഒരു വീട്, ഒരു തറവാട് എന്നുള്ള രീതിയാണ് MMME. അപ്പം എനിക്ക് പല ഘട്ടങ്ങളിലായിട്ട് രാത്രി 2 മണിക്കും 12 മണിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഹസ്ബൻഡുമാർക്ക് നേരിടുന്നതും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫുള്ള ഒരുപാട് അങ്ങനെ വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കും. അപ്പം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ലീഗൽ സപ്പോർട്ടും അല്ലെങ്കിൽ വേറെ കൗൺസിലേറ്റ് വഴിയുള്ള സപ്പോർട്ടും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ എന്താണ്? വലിയൊരു ക്രൈറ്റീരിയ ഒന്നും നമ്മൾ വെക്കുന്നില്ല. നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 24,000 മെമ്പേഴ്സും വെരിഫൈഡ് മെമ്പറാണ്. അതായത് ഒരു ID നമ്മളിലേക്ക് റിക്വസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ ഞങ്ങൾ 15 അഡ്മിൻ പാനലുണ്ട്. അപ്പം നമ്മൾ നോക്കും അവരെ ഒരു പ്രൊഫൈൽ ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ആണുങ്ങൾ വന്നിട്ട് ലേഡീസിൻ്റെ പേരിലൊക്കെ കയറി എന്താ ഇതിനകത്ത് നടക്കുന്നതെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം ഗ്രൂപ്പിലേക്ക് വരും. അപ്പം നമ്മളൊരു പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ തുറന്നിട്ട് അവരുടെ ഫോട്ടോവിൻ്റെ താഴെ എത്രത്തോളം ഫാമിലീസ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഫാമിലിയുടെ പ്രൊഫൈൽ ചെന്നിട്ട് അത് ജെന്യൂൻ ആണോ നോക്കും. എന്നിട്ടും നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് അടിക്കുകയാണെങ്കിൽ അവർക്ക് ഇൻബോക്സ് ചെയ്തിട്ട് അവരുടെ നമ്പർ വാങ്ങി അവർ GCC തന്നെ ഉള്ളവരാണോ എന്നുള്ള വെരിഫൈ ചെയ്യും. അപ്പം മാനദണ്ഡങ്ങൾ എന്ന് പറയുന്ന സമയത്ത് GCCയിലായിരിക്കണം, കല്യാണം കഴിഞ്ഞ മലയാളി ലേഡി ആയിരിക്കണം. അതാണ് നമ്മുടെ മാനദണ്ഡം, വേറൊന്നും അതിനപ്പുറം ഇല്ല. കുട്ടികൾക്ക് വേണ്ടി വല്ലതും ചെയ്യുന്നുണ്ടോ? ഇനി അടുത്ത ഈവൻസ് ഒക്കെ എന്താണ്?
കുട്ടികൾക്കായിട്ട് എന്ന് പറയാനുള്ള ഒരു ഇവൻസ് ഇല്ല. കാരണം കുട്ടികൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം അവരുടെ സ്കൂള് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഏതെങ്കിലും വകുപ്പിലൊക്കെ ഇവിടെ UAE ആകുമ്പോൾ ഒത്തിരി ഇവന്റ്സ് ഒക്കെ നടക്കുന്നതാണ്. അപ്പൊ കുട്ടികൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അമ്മമാർക്ക് അങ്ങനെയല്ല. അപ്പം പ്യൂർലി നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അമ്മമാർക്ക് വേണ്ടിയാണ്. ഈ പ്രോഗ്രാം UAE മാത്രമാണ് നടക്കാറ്, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലും നടക്കാറുണ്ടോ? എല്ലാ GCCയിലെ എല്ലാ രാജ്യങ്ങളിലും അവർക്ക് നമ്മൾ ഓരോ അഡ്മിൻസിന് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ, നമ്മളെപ്പോലെ അത്ര മെമ്പേഴ്സ് ഇല്ലെങ്കിൽ പോലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഇവന്റ്സും അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, എല്ലാ രീതിയിലും. ഇത്ര സമയം ഫേസ്ബുക്കിൽ ചെലവഴിക്കുമ്പോൾ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടാവാറുണ്ട്? ഹസ്ബൻഡിന്റെ സപ്പോർട്ട്, ഞാൻ എപ്പോഴും ഒരു ഗ്രൂപ്പിൽ ലൈവ് വന്നിട്ട് പറയുന്നത്, ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ്, കുട്ടികൾ, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് MMEയിൽ എന്ത് നടക്കുന്നെന്നുള്ള ചെയ്യാവുള്ളൂ. അല്ലാതെ വന്നിട്ട് ഹസ്ബൻഡിന് വൈകുന്നേരം കയറി വരുന്ന സമയത്ത് നിങ്ങളിത് FBയും തുറന്ന് അല്ലെങ്കിൽ മൊബൈലും തുറന്നിട്ട് ഒരേ സമയം ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കരുത്. പിന്നീട് അതൊരു ബുദ്ധിമുട്ടിലേക്ക് മാറുകയും പിന്നെ നിങ്ങൾക്ക് രണ്ടും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ വരാൻ പാടില്ല. ആദ്യം ഫാമിലിക്ക് പ്രിഫറൻസ്, എപ്പോഴും ഞാൻ ലൈവ് പറയും, നിങ്ങൾ ഫാമിലിക്ക് പ്രിഫറൻസ്, അത് കഴിഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലഘട്ടങ്ങളിൽ നിന്ന് ഈ 100 പേരിന് അല്ലെങ്കിൽ ഒരു 300-500 പേരിന്ന് ഒരു 2000 മെമ്പേഴ്സിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്ന വലിയൊരു പ്രയത്നമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ രാത്രി പകലും ചെലവഴിച്ചിട്ട് ഓരോ അമ്മമാർക്ക് ഇങ്ങനെ ഇൻബോക്സ് ചെയ്യും, നിങ്ങൾ UAEയിലുള്ളവരാണോ, ഗ്രൂപ്പിലേക്ക് ചേരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് ചോദിക്കും, എന്താ നിനക്കിതെന്ന് ചോദിച്ചാൽ ആദ്യ കാലഘട്ടങ്ങളിൽ പുള്ളി ഒന്ന് ഇതായിട്ടുണ്ടായി. പിന്നീട് പുള്ളിക്ക് മനസ്സിലായി, ഇല്ല ഇവളുടെ വിഷൻ വേറെതാണ്, ഓക്കെ അമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള വിഷനാണെന്ന്. ഇപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ലോകത്തിലെ ഒരാളെയും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് 2 സിസ്റ്റേഴ്സാണ്, അവർ ഭർത്താക്കന്മാരുണ്ട്. എല്ലാം സ്നേഹം ഇല്ല എന്നുള്ളതല്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ 5 ടീമാണ്, 5 പേരുടെ ഭർത്താക്കന്മാരും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള അഡ്മിൻസ് അവരും നല്ലോണം, കാരണം അഡ്മിൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്, നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. അപ്പം ശമ്പളമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് പോലും ഈ അഡ്മിൻസ് അവരുടെ മക്കൾക്കും ഭർത്താവിനും വേണ്ടി ചിലവഴിക്കുന്ന സമയത്ത് നിന്ന് എടുത്തിട്ടാണ് MMEക്ക് വേണ്ടിയിട്ട് ഓരോ പോസ്റ്റ് വരുന്ന സമയത്ത് നമ്മളത് നോക്കണം. ഈ രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് ആ പോസ്റ്റിൽ എന്ത് കണ്ടന്റാണ് ഉള്ളത് എന്നുള്ള ചെക്ക് ചെയ്യണം. വീഡിയോ ഫുള്ളിരുന്ന് കേൾക്കണം, ഇവിടെ രാജ്യത്തിന് പറ്റാത്ത എന്തും ഉണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ് അപ്രൂവൽ കൊടുക്കുന്ന. ഒരു മെമ്പേഴ്സിന് റിക്വസ്റ്റ് എടുക്കുന്ന ഒരു ദിവസം 300-400 റിക്വസ്റ്റ് വരുന്നു. അപ്പം അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിൻസിനേക്കാളും അവരെ ഹസ്ബൻഡുമാരെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. കാരണം സമ്മതിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു FBയിൽ വന്നിരുന്നിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തോ ഞങ്ങൾ കൂട്ടിനുണ്ട് എന്ന് പറയുന്നതിൽ നമ്മൾ ഭയങ്കര ലക്കിയാണ്. മലയാളികളായ ഒരുപാട് സ്ത്രീകൾ ഇവിടെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ടോ? നമ്മൾക്ക് പറ്റുന്ന ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ നാടാകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മൾക്ക് ഇത് ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ രാജ്യത്താണ്, അങ്ങനെ നമ്മളെല്ലാവരും ഒരുപോലെ ഇന്ത്യക്കാർ വന്ന് ജോലി ചെയ്യുന്നു, വിവിധ തസ്തികയിൽ ജോലി ചെയ്യുന്നു. അപ്പം നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മുടെ മെമ്പേഴ്സ് അല്ലാത്തവർ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ദിയ എന്ന് പറയുന്ന ആളുണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഉണ്ട്. ഒരുവിധം ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക് വേരിയേഷൻസ് അത്യാവശ്യം കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ്. നമ്മളെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പുറത്തുള്ള രാജ്യക്കാരൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഗവൺമെന്റ്. അപ്പോൾ നമ്മൾ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ലീഗൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ചാരിറ്റി ചെയ്യാനാണെങ്കിൽ ഇവിടെ UAE നിയമപ്രകാരം ഇത് പറ്റില്ല. പക്ഷേ സഹായിക്കുന്നതിനെ കൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് പ്രോബ്ലംസും ഇല്ല. അപ്പം നമ്മൾക്കൊരു ചെറിയൊരു വിങ്ങിൽ MME ഫോർ ഹോപ്പ് എന്നും പറഞ്ഞിട്ട് ഈ ഹെയർ ഡൊണേറ്റ് ചെയ്തത് പറഞ്ഞതുപോലെ, അതുപോലെ ആ ഇതുവഴി ഞങ്ങൾക്ക് പ്രൈവറ്റായിട്ട് തരാൻ താല്പര്യമുള്ളവർക്ക്, അതായത് ആരെയും കമ്പൽ ചെയ്യാതെ എനിക്ക് താല്പര്യമുണ്ട് ഇന്നൊരാളെ സഹായിക്കാൻ. ഇപ്പം അടുത്തൊരു ടീച്ചർ വിളിച്ചിട്ടുണ്ടായി. ആ ടീച്ചർ പറയുന്ന അവർക്ക് ഹസ്ബൻഡിന് പ്രോബ്ലംസ് ആണ്. അങ്ങനെ ഒത്തിരി 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 പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമ്മളാൽ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിധത്തിൽ ഏതാണ് നമ്മൾക്ക് തുറന്നു വരുന്ന ഒരു വഴി, അതുവഴി നമ്മളങ്ങോട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. ഇതിൽ ചേരുന്ന മെമ്പേഴ്സിന് ഫൺ പാർട്ട് അല്ലാതെ വേറെ എന്തൊക്കെ ഗുണങ്ങളുണ്ട്? നമ്മൾക്ക് MME മലയാളി മോംസ് മിഡിൽ ഈസ്റ്റിന് തന്നെ ഫുഡ് ഗൈഡ് ഉണ്ട്, ഹെൽത്ത് ആൻഡ് ടിപ്സിൻ്റെ ഉണ്ട്, കരിയർ ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനെ കിഡ്സ് ക്ലബ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വിങ് ഉണ്ട് UAEയിൽ തന്നെ. അപ്പോൾ അതിൽ കരിയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിൽ ഏകദേശം 14,000 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലുള്ള അഡ്മിൻസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിൽ ജോബ് വേക്കൻസി ഉണ്ടാകുന്ന സമയത്ത് അതിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഒത്തിരി മെമ്പേഴ്സിന് നമ്മൾ വഴി ജോലി കിട്ടുന്നുണ്ട്. പുറമെ നമ്മുടെ MME വഴി തന്നെ ഒത്തിരി എന്താ പറയുക പല സ്ഥലങ്ങളിലേക്ക് നീങ്ങിയിട്ടും പല ജോലിയായിട്ടും പലവിധ നല്ല കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതിലുപരി ഇവിടെ നമ്മുടെ റൂമുകളിൽ, അതായത് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലാരാ ഇല്ല എന്നുള്ള അറിയാത്ത ആൾക്കാർക്ക് ഇന്ന്
ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തുമ്പോൾ ആ ബിൽഡിങ്ങിൽ ആൾക്കാരെ മൊത്തം MMME വഴി അറിയാം. അതാണ് ഇപ്പം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 വർഷത്തെ ഫേസ്ബുക്കിന്റെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1-2 ലൈക്കുള്ള സ്ഥാനത്ത് ഇപ്പം എല്ലാവരും ഫോട്ടോന്റെ താഴെ 500 ലൈക്ക് ആയിരുന്നു. അപ്പൊ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ലൈക്സ് അല്ലെങ്കിൽ ഷെയർ എന്നൊക്കെ പറയണത് അങ്ങനെ സോഫ്റ്റ് ആണല്ലോ. അപ്പൊ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത്ര ഫ്രണ്ട്സിനെയാണ് കിട്ടുന്നത് MMME വഴി. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, വീട്ടിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു, അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അപ്പം ഫോണിൽ വിളിച്ച് ലാൻഡ് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആണ് UAE. അപ്പം പറയാനും നാട്ടിലത്തെ കുറെ മിസ്സിങ് MMME വഴി ഒഴിവാകുന്നുണ്ട്. കൈരളി പീപ്പിളിൽ സംപ്രേഷണം ചെയ്യുന്ന വിജയരഥം പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.